نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع. ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരികളെ, റബ്ബിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കണമെന്ന് സൂക്ഷിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. സൂറത്തുൽ ഗാശിയയുടെ ആദ്യത്തെ ചില ആയത്തുകളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, കഠിനമായ ചൂടുള്ള ഉറവയിൽ നിന്നും അവർ കുടിപ്പിക്കപ്പെടും. തുസ്ഖാ, അവർ കുടിപ്പിക്കപ്പെടും. മിൻ ഐനിൻ, ഉറവയിൽ നിന്നും. ആനിയത്തിൻ, കഠിനമായ ചൂടുള്ള ഉറവയിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് അവർ കുടിപ്പിക്കപ്പെടും. ലൈസ ലഹും ത്വആമുൻ, അവർക്ക് ഭക്ഷണമില്ല. ഇല്ലാ മിൻ ദരീഅ്, ദരീഅ് അല്ലാത്ത ഒരു ഭക്ഷണവും അവർക്കില്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ലാ യുസ്മിനു, അത് മനുഷ്യ ശരീരത്തിന് പോഷണം നൽകുകയില്ല. വലാ യുഗ്നി, അത് ഉപകരിക്കുകയില്ല. മിൻ ജൂഅ്, വിശപ്പിന്. അപ്പോൾ നരകത്തിലുള്ള വളരെ പ്രയാസകരമായ അവസ്ഥകളെ സംബന്ധിച്ചാണ് ഈ ആയത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്. ഒന്നാമതായി തസ്ലാ നാറൻ ഹാമിയ, അതികഠിനമായ നരകത്തിൽ അവർ കിടന്ന് എരിയും എന്നാണ്.
അത് നരകത്തിന്റെ ശിക്ഷയുടെ ഒരു പ്രത്യേകതയാണെന്നത്. എരിഞ്ഞ് അങ്ങോട്ട് തീരല്ല, കത്തിക്കരിഞ്ഞു പോകൂല എന്നർത്ഥം. അതിങ്ങനെ തുടരെ തുടരെ അത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു പ്രവണതയാണ്. കുല്ലമാ നളിജത്തു ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. തൊലി അങ്ങനെ കരിഞ്ഞു പോകുമ്പോൾ പകരം തൊലിയെ നാം അവർക്ക് പകരം നൽകും. ലിയദൂഖുൽ അദാബ്, അവർ ശിക്ഷ അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, രുചിക്കാൻ വേണ്ടി. ദുനിയാവിലൊക്കെ ആണെങ്കിൽ കത്തിക്കരിഞ്ഞാണ് പോയതോടുകൂടി എല്ലാം അവസാനിക്കും. പക്ഷെ പരലോകത്ത് നരകശിക്ഷയുടെ കത്തലും കരിയലും അതൊരു ഭയാനകമായ ഭീകരമായ രൂപമാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ സൂറത്തിൽ പറഞ്ഞപ്പോൾ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ, അതിൽ ജീവിക്കുകയില്ല മരിക്കുകയുമില്ല എന്നർത്ഥം. ജീവിതവുമില്ല മരണവുമില്ലാത്ത ശാശ്വതമായ ഒരവസ്ഥയിലൂടെ അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല തുസ്ഖാമിൻ ഐനിൻ ആനിയ, ഭയങ്കരമായ ചൂടുള്ള വെള്ളമാണ് അവർക്ക് നരകത്തിൽ കുടിപ്പിക്കപ്പെടുക എന്നാണ്. നരകത്തിൽ കുടിപ്പിക്കപ്പെടുന്ന വെള്ളത്തിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഹമീം എന്ന് നരകപാനീയത്തെ പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. ഹമീം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ചൂടുള്ള വെള്ളം. മറ്റൊന്ന് ഏസ്ലീൻ. ഏസ്ലീൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ദുർഗന്ധമുള്ള ചീഞ്ചലം എന്നൊക്കെ നമ്മൾ പറയുന്ന ശരീരത്തിൻ്റെ ഭാഗങ്ങളും മുറിയായിട്ട് ആ മുറിവിൽ നിന്ന് ഒലിച്ചു വരുന്ന ദുർഗന്ധം വമിക്കുന്ന, അസഹ്യമായ ദുർഗന്ധമുണ്ടാകുന്ന വെള്ളം എന്ന നിലക്ക് ഏസ്ലീൻ എന്ന് ഖുർആൻ അതിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന് റസാഖ്. റസാഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭയങ്കരമായ കൊടും തണുപ്പുള്ള ഒരു രൂപം, കുടിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അസഹനീയമായ തണുപ്പ്. കൊടും ചൂടും കൊടും തണുപ്പും മനുഷ്യന് സഹിക്കാൻ കഴിയില്ല എന്നർത്ഥം. അപ്പൊ അത് അള്ളാഹു നരകത്തിൽ മനുഷ്യനെ ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് രൂപത്തിലുള്ള അവസ്ഥകളാണ്. മറ്റൊന്ന് ഖുർആൻ പ്രയോഗിച്ച സ്വദീദ് എന്നാണ്. സ്വദീദ് എന്നൊക്കെ പറഞ്ഞാൽ ഇതേപോലെ തന്നെ അതിഭയാനകമായ ചൂടുള്ള വെള്ളത്തിനാണ് സ്വദീദ് എന്ന് പറയാം. അതേപോലെ മുഹല്. മുഹൽ എന്ന് പറഞ്ഞാൽ ലോഹങ്ങളൊക്കെ ഉരുകി ഒലിച്ചാലുണ്ടാകുന്ന അതിൻ്റെ ആ കട്ടിയും ചൂടും എന്ന് പറഞ്ഞാൽ ചൂടാണെങ്കിൽ പെട്ടെന്ന് കുടിച്ചിറക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, കുടിച്ചിറക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള കട്ടിയുള്ള ഒരു തരം ദ്രാവകത്തിനാണ് മുഹൽ എന്ന് പ്രയോഗിക്കുന്നത്. ഇതെല്ലാം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ തുസ്ഖാമിൻ ഐനിൻ ആനിയ എന്നാണ് സൂറത്തുൽ ഗാശിയയിൽ നരകപാനീയത്തെ പറ്റി വിശദീകരിച്ചിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിൽ അതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. വഇയസ്തഗീസു യുഗാസു ബിമാഇൻ കൽമുഹൽ യശ്വിൽ വുജൂഹ ബിസശ്ശറാബു വസാഅത് മുർതഫഖാ. നരകത്തിന്റെ ആ ഭയാനകമായ ശിക്ഷ അങ്ങനെ അനുഭവിച്ച് ദാഹിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കുടിവെള്ളം ചോദിക്കുമ്പോൾ അവർ ദാഹജലം ചോദിക്കുമ്പോൾ യുഗാസു
അവർക്ക് സഹായമായി ലഭിക്കപ്പെടുന്നത് ബിമാഇൻ കൽ മുഹൽ, ലോഹങ്ങൾ ഉരുകിയൊലിച്ചാൽ ഉണ്ടാകുന്ന ഭയാനകമായ ചൂടും അതോടൊപ്പം തന്നെ ഭയങ്കര കട്ടിയുമുള്ള ഒരു തരം വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? യശ്വിൽ വുജൂഹ്, മുഖത്തേക്ക് അടുപ്പിക്കുമ്പോഴേക്കന്നെ എന്താവും, മുഖത്തേക്ക് ആകെ കരിച്ചു കളയുന്ന ഭയങ്കരമായ ചൂടായിരിക്കും അത്. ബിഇസ ശറാബു വസാഅത് മുർതഫഖ, ബിഇസ ശറാബ്, എത്ര മോശമായ വെള്ളമാണ് ആ നരകപാനീയം എന്ന് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന ആ വെള്ളത്തെ സംബന്ധിച്ച് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുക. അതേപോലെ തന്നെ നരകത്തിന്റെ ഭക്ഷണത്തെയും നരകത്തിന്റെ വെള്ളത്തെയും ഒരുമിച്ച് കൊണ്ട് വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. സൂറത്തു ദുഹാനിൽ പറഞ്ഞത് ഇന്ന ശജറത്തസ് സഖൂം തുആമുൽ അസീം കൽമുഹ്ലി യഗ്ലി ഫിൽ ബുതൂൻ കഗലിൽ ഹമീം. ഇന്ന ശജറത്തസ് സഖൂം, അത് നമ്മൾ ലറീഇനെ പറ്റി വിശദീകരിക്കുമ്പോൾ പറയാം. നരകത്തിലെ ഒരു തരം മരമാണ് സഖൂം എന്നത്. അത് തുആമുൽ അസീം, പാപികളായ കുറ്റവാളികളായ ആളുകളുടെ ഭക്ഷണമാണത്. കൽമുഹുൽ, അത് ഈ ദ്രവം ലോഹങ്ങൾ ഒഴുകി ഒലിക്കുന്നത് പോലെയുള്ള ഒരു തരം അവസ്ഥയാണ്. യഗ്ലി ഫിൽ ബുത്തൂൻ, വയറ്റിൽ കിടന്നിട്ട് അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും. കഗലിൽ ഹമീം, ഭയങ്കരമായ ചൂടുള്ള തിളച്ച വെള്ളം തിളച്ചു മറിയുന്നത് പോലെ ഈ സഖൂം എന്ന മരത്തിന്റെ ഇലകൾ ഭക്ഷിച്ചിട്ട് അത് വയറ്റിൽ കിടന്നിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതേപോലെ തന്നെ സൂറത്തു സ്വാഫാത്തില് അള്ളാഹു വിശദീകരിച്ച് സൂറത്ത് സാഫാത്തിലെ 62 മുതൽ 68 വരെയുള്ള ആയത്തുകളിലൂടെ പറഞ്ഞത് അദാലിക ഖൈറുൻ നുസുലൻ അം ശജറത്തുസ് സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം തൽഉഹാ കഅന്നഹു റൂഉസുശ് ശയാതീൻ فإنهم لآكلون منها فمالئون منها البطون ثم إن لهم عليها لشوبا من حميم ثم إن مرجعهم لإلى الجحيم. വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾക്കുള്ള അനുഗ്രഹങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്ന ഹാദാ ലഹുവൽ ഫൗസുൽ അളീം, തീർച്ചയായും അത് മഹത്തായ വിജയമാണ്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, ഇത്തരം അനുഗ്രഹങ്ങൾ പ്രതിഫലങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാണ്. അദാലിക ഖൈർ, ആ അനുഗ്രഹീതമായ വിജയമാണോ ഉത്തമം? അം ശജറത്തിസ് സഖൂം, അതല്ല നരകത്തിലെ സഖൂം എന്ന മരമാണോ നിങ്ങൾക്ക് ഉത്തമം? ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ, അക്രമികളായ ആളുകൾക്ക് നാം അതിനെ പരീക്ഷണമാക്കിയിരിക്കുന്നു. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, നരകത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുളച്ചു വരുന്ന ഒരു തരം മരമാണത്. തൽഉഹാ കഅന്നഹു റൂഉസുശ് ശയാതീൻ, അതിന്റെ പഴങ്ങളാകട്ടെ പിശാചുക്കളുടെ തല പോലെയുള്ള വികൃതമായ രൂപമായിരിക്കും. കണ്ടാൽ തന്നെ അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന വികൃതമായ രൂപമായിരിക്കും. എന്നാൽ പോലും ഫഇന്നഹും ലആകിലൂന മിൻഹാ, വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഫഇന്നഹും ലആകിലൂന മിൻഹാ, അതുപോലും അവർ തിന്നുപോകും. ഫമാലിഊന മിൻഹൽ ബുതൂൻ, അത് തിന്നിട്ട് അവർ വയറ് നിറക്കും.
സുമ്മ ഇന്ന ലഹും അലൈഹാ ലശൗബം മിൻ ഹമീം. എന്നിട്ട് അതിന് മുകളിൽ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നതാകട്ടെ എല്ലാ തരത്തിലുള്ള മോശമായ ചേരുവകൾ ചേർത്തിട്ടുള്ള വളരെ കഠിനമായ ചൂടുള്ള ഒരു തരം വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. സുമ്മ ഇന്ന മർജിഅഹും ഇലൽ ജഹീം. എന്നിട്ട് അവർ ശാശ്വതമായി ആ നരകത്തിൽ ഈ ഭക്ഷണവും ഈ വെള്ളവും കുടിച്ച് അവരങ്ങനെ കഴിഞ്ഞുകൂടേണ്ടി വരും കാലാകാലവും. അതേപോലെ തന്നെ സൂറത്തുൽ വാഖിഅയിലും അതേ ആശയം തന്നെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സുമ്മ ഇന്നക്കും അയ്യുഹല്ലാലൂനൽ മുകദ്ദിബൂൻ. അക്രമികളും അതുപോലെ തന്നെ പിഴച്ചവരും കളവാക്കിയവരുമായ ആളുകൾ ആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം. സഖൂം മരത്തിൽ നിന്ന് അവർ തിന്നു. ഫമാലിഊന മിൻഹൽ ബുതൂൻ. എന്നിട്ട് അവർ വയറ് നിറക്കും. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. എന്നിട്ട് കഠിനമായ ചൂടുള്ള വെള്ളം അവർ കുടിക്കും. ആ കുടിക്കുന്ന രൂപത്തെ ഖുർആൻ വിശദീകരിക്കുന്നത് നോക്കുന്നു. ഭയാനകമായ വളരെ വികൃതമായ ഒരു രൂപം. ഫശാരിബൂന ശുർബൽ ഹീം. കഠിനമായ ദാഹമുള്ള ഒട്ടകം വെള്ളം മോന്തി കുടിക്കുന്നത് പോലെ. എത്ര ആർത്തി ഉണ്ടാവും ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ കഠിനമായ ദാഹമുണ്ടാവുമ്പോൾ വെള്ളം കിട്ടുമ്പോൾ ജന്തുക്കൾ, മൃഗങ്ങൾ, പ്രത്യേകിച്ച് ഒട്ടകത്തെ പോലെയുള്ള മൃഗങ്ങൾ വെള്ളം മോന്തി കുടിക്കുന്നത് പോലെ ഈ ഭയാനക ചൂടുള്ള വെള്ളം അവർ കുടിച്ചുകൊണ്ടിരിക്കും എന്നാണ്. ഫശാരിബൂന ശുർബൽ ഹീം ഹാദാ നുസുലുഹും യൗമദ്ദീൻ. പ്രതിഫല നാളിൽ അക്രമികളായ അള്ളാഹുവിനെ കളവാക്കിയ, പരലോകത്തെ കളവാക്കിയ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ആതിഥ്യമാണ്, വിരുന്നാണ് ഈ രൂപത്തിലുള്ള വികൃതമായ ഭക്ഷണം എന്ന്. സൂറത്ത് മുഹമ്മദിലെ 15-ാമത്തെ ആയത്തിൽ പറഞ്ഞത് വസുഖൂ, അവർക്ക് വെള്ളം നൽകപ്പെടും. മാഅൻ ഹമീമ, ഭയാനകമായ ചൂടുള്ള വെള്ളം. ഫഖുത്തിഅ അംആഅഹും, അവരുടെ ആമാശയങ്ങളൊക്കെ മുറിഞ്ഞ് കഷ്ണം കഷ്ണമായി പോകുന്ന രൂപത്തിലുള്ള ഒരു വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. നോക്കൂ നിങ്ങൾ, നമ്മുടെ വായിലേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ, മുഖത്തേക്ക് അടുപ്പിക്കുമ്പോൾ തന്നെ എന്താവും, മുഖമൊക്കെ കരിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഭയാനകമായ ചൂടാണത്. അത് താഴേക്ക് ഇറങ്ങിയാലോ നമ്മുടെ അന്നനാളവും ആമാശയവും കുടലുകളും ഒക്കെ മുറിഞ്ഞു മുറിഞ്ഞ് ദ്രവിച്ചു പോകുന്ന രൂപത്തിലുള്ള ഭയങ്കരമായ ചൂടുള്ള വെള്ളമാണ് എന്നാണ് ഖുർആൻ പറയുന്നത്. വസുഖൂ മാഅൻ ഹമീമൻ ഫഖുത്തിഅ അംആഅഹും. അവരുടെ ആമാശയങ്ങളെല്ലാം മുറിച്ചു കളയുന്ന, മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന രൂപത്തിലുള്ള ഭയങ്കരമായ ചൂടുള്ള വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കൊടുക്കുക എന്നാണ്. ഫലൈസ ലഹുൽ യൗമ ഹാഹുനാ ഹമീം വലാ തുആമുൻ ഇല്ലാ മിൻ ഗസ്ലീൻ ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ. പരലോകത്ത് ഈ നരകശിക്ഷയെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാപികളായ ആളുകൾക്ക് അവരെ സഹായിക്കാൻ പറ്റാവുന്ന മിത്രങ്ങളോ സുഹൃത്തുക്കളോ ഒന്നും അവിടെ ഉണ്ടാവുകയില്ല. വലാ തുആമുൻ, അവർക്ക് ഭക്ഷണവുമില്ല. ഇല്ലാ മിൻ ഗസ്ലീൻ, ഭയാനകമായ വെറുപ്പുള്ള ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണങ്ങളല്ലാതെ. ലാ യഅകുലുഹു ഇല്ലൽ ഖാതിഊൻ, തെറ്റ് ചെയ്യുന്ന പാപികളല്ലാത്ത ആളുകൾ ആ ഭക്ഷണം കഴിക്കുകയില്ല എന്നാണ്. അതേപോലെ തന്നെ അല്ലാഹു പറയാ ഫഹാദാ ഫൽയദൂഖൂഹു ഹമീമുൻ വഗസ്സാഖ് വആഖറു മിൻ ശക്ലിഹി അസ്വാജ്. സൂറത്തു സാദിലെ 57-58 ആയത്തിലൂടെ അല്ലാഹു പറയണം ഹാദാ ഫൽയദൂഖൂ, ഇത് നിങ്ങൾ അനുഭവിച്ചോളി, നിങ്ങളൊന്ന് ആസ്വദിക്ക്. ഹമീമുൻ വഗസ്സാഖ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കരമായ ചൂടും ഭയങ്കരമായ തണുപ്പുമുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് അവിടെ നൽകുന്നത്. ഭയങ്കരമായ ചൂടും അവർക്ക് സഹിക്കാൻ കഴിയില്ല,
ഭയങ്കരമായ തണുപ്പും അവർക്ക് സഹിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഒരവസ്ഥ അത് നിങ്ങൾ അനുഭവിക്കുകയും എന്നാണ് പറയുന്നത്. അതേപോലെ മറ്റുള്ള മിശ്രിതങ്ങളും അതുപോലെയുള്ളത് അള്ളാഹു അവർക്ക് നരകത്തിൽ കൊടുക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഈ തരത്തിലുള്ള ഭയങ്കരമായ കഠിനമായ ചൂടുള്ള വെള്ളം നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്നു എന്ന് ബുദ്ധിയും വിവേകവും ചിന്താശക്തിയുമുള്ള നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചു തരുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് അതിനെപ്പറ്റി ഒരു പേടിയും ഭയവും അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള, അകന്നു നിൽക്കാനും രക്ഷപ്പെടാനുമുള്ള പഴുതുകൾ അന്വേഷിക്കാനുള്ള ഒരു മാനസികമായ ഒരു അവസ്ഥയെങ്കിലും നമ്മളിൽ ഉണ്ടാകണം. അപ്പൊ ഈ സൂറത്ത് ഇങ്ങനെ ഓതി കേൾക്കുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ചകളിൽ മിക്കവാറും ഈ സൂറത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂറത്ത് കേൾക്കുമ്പോൾ അതിൻ്റെ ആ ഭയാനകതയും ഭീകരതയും ആ ആയത്തിലൂടെ നമ്മുടെ മനസ്സുകൊണ്ടൊന്നിങ്ങനെ ഒപ്പം സഞ്ചരിക്കണം. നമ്മൾ ഭയാനകമായ ചൂടുള്ള വെള്ളമാണ് അവിടെ കുടിക്കാൻ കൊടുക്കുന്നത്. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ്. ദരീഅ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ മുള്ളുകളുള്ള ഒരു തരം ഇലയാണ്. നമ്മുടെയൊക്കെ പല ഗാർഡനുകളിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ പറ്റും ചില മുൾച്ചെടികൾ. അത് ദുനിയാവിലുള്ള ഒരു തരം ഒരു പരിചയപ്പെടുത്തലാണ്. പക്ഷേ പരലോകത്തെ ആ ഒരു വിഷയവും ഇതുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, താരതമ്യം ചെയ്യാൻ പറ്റാത്ത ഒരു തരത്തിലുള്ള ഭക്ഷണമാണ് അതിനർത്ഥം. ഏകദേശം നമുക്ക് മനസ്സിലാകാൻ പറ്റാവുന്ന ഒരു ഉപമയാണ് വിശുദ്ധ ഖുർആൻ. ദരീഅ് അങ്ങനെയുള്ള ഒരു ഉപകാരവുമില്ലാത്ത ഒരു തരം ഭക്ഷണം. ആ ഭയങ്കരമായ മുള്ളുകളുള്ള ആ ഇലകൾ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റൂല. പറിച്ചെടുത്താൽ തന്നെ അത് നമുക്ക് വായ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കടിച്ച് തിന്നാൻ പറ്റാത്ത മുള്ളുകളാണ് അതിനുണ്ടാകുക. ഇത് അള്ളാഹു അവർക്ക് നൽകുന്ന അപമാനമാണ്, നിന്ദ്യതയാണ്. ഇത്രയും ഭയാനകമായ അപമാനവും നിന്ദ്യതയും സഹിക്കേണ്ട ഒരു അവസ്ഥയാണ് നരകത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഹൽ അതാക ഹദീസുൽ ഗാശിയ. ആ ഭയങ്കരമായ എല്ലാവരെയും സംഭവിക്കുന്ന, എല്ലാവരെയും ബാധിക്കാൻ പോകുന്ന ആ ഭയാനകമായ സംഭവത്തിന്റെ പറ്റിയ ഗൗരവം നിങ്ങൾക്ക് അറിയുമോ? അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ഗൗരവമുള്ള ഭയങ്കരമായ ഒരു സംഭവമാണ് വരാൻ പോകുന്നത് എന്നും. ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. ഫല്ലദീന കഫറു ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. നരകത്തിന്റെ തീ കൊണ്ടുള്ള വസ്ത്രമാണ് അവർക്ക് ധരിക്കാൻ കൊടുക്കുന്നത്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. അവരുടെ തലയ്ക്ക് മീതെ ഈ ഭയാനകമായ ചൂടുവെള്ളം ഇങ്ങനെ കോരി ഒഴിച്ചു കൊണ്ടിരിക്കും. താഴ്ഭാഗത്തു നിന്നും മുകൾ ഭാഗത്തു നിന്നും ചുറ്റുഭാഗത്തു നിന്നും ഒക്കെ ഇതിങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കുക. അനന്തമായി അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസമോ ഒരു വർഷമോ 10 വർഷമോ 100 വർഷമോ കഴിഞ്ഞാൽ അത് തീരുമെന്ന് വിചാരിക്കാം. പക്ഷേ അത് തീരാത്ത അനന്തമായി നീണ്ടുകൊണ്ടിരിക്കുക. അതിനെ സംബന്ധിച്ചാണ് ഖുർആൻ നമുക്ക് താക്കീത് നൽകുന്നത്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ദരീഅ്. ഈ മുൾച്ചെടികളല്ലാത്ത ഒരു ഭക്ഷണം അവർക്കില്ല. എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടോ? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. ലാ യുസ്മിനു, അത് ശരീരത്തിന് പോഷണം നൽകൂല. ജീവൻ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ശരീരത്തിന് വിറ്റാമിനുകളും പ്രോട്ടീനുകളും ഒക്കെ ഉള്ള ഭക്ഷണം കിട്ടണം. അപ്പോഴേ ശരിക്കും ജീവൻ നല്ല ആരോഗ്യത്തോടു കൂടി നിലനിർത്താൻ കഴിയുള്ളൂ. അത് മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന് പറ്റാവുന്ന നല്ല ഭക്ഷണങ്ങൾ അല്ലാഹു ദുനിയാവിൽ നൽകിയിട്ടുണ്ട്. ആ ഭക്ഷണങ്ങളാണ് മനുഷ്യൻ അവന്റെ ആരോഗ്യവും അവന്റെ ജീവിതവും നല്ല നിലക്ക് നിലനിർത്താൻ ആവശ്യമായിട്ട് അവൻ ഉപയോഗപ്പെടുത്തേണ്ടത്.
പൈശാചികമായ പ്രേരണകൾക്ക് വിധേയമായിക്കൊണ്ട് ചീത്തയായ നിഷിദ്ധമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന ദുനിയാവിൽ നമ്മൾക്കുണ്ട്. അതിനൊക്കെ മറികടന്നുകൊണ്ട് അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പരലോകത്ത് വരാൻ പോകുന്ന തിക്തമായ അനുഭവങ്ങളെ പറ്റിയാണ് പറയണത്. ലാ യുസ്മിനു, ജീവൻ നിലനിർത്താൻ മനുഷ്യന്റെ ശരീരത്തിന് അത് പ്രോട്ടീനുകളോ വിറ്റാമിനുകളോ ഒന്നും നൽകൂല. വലാ യുഗ്നീ മിൻ ജൂഅ്, പിന്നെ ഭക്ഷണം കഴിക്കണത് എന്തിനാ? വിശപ്പ് മാറാനാ. വിശപ്പ് മാറാൻ ഈ ഭക്ഷണം ഉപകരിക്കണില്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുന്നത്. അപ്പൊ ഭക്ഷണം കൊണ്ട് മനുഷ്യനുണ്ടായിരിക്കേണ്ട 2 നേട്ടങ്ങളും ഇതുകൊണ്ട് ലഭിക്കൂല എന്നാണ് ഖുർആൻ പറയണത്. അതാണ് സഖൂം, അതുപോലെ തന്നെ ലരീഅ്, ഇതുപോലെയുള്ള ഭക്ഷണങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. അപ്പൊ ഈ ഭക്ഷണമാണ് മനുഷ്യർക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ, അതറിയുമ്പോൾ, അതിനെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ, പക്ഷെ നമ്മൾ അതിനെപ്പറ്റി ഒന്നും കാര്യമായി ഒരു പേടിയും ഭയവും നമുക്കില്ല. മറ്റൊരു ആയത്തിൽ ഖുർആൻ പറഞ്ഞു നോക്കുമ്പോൾ സൂറത്ത് ഇബ്രാഹിമിലെ 48-49 പറയണം, വതറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ് സറാബീലുഹും മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹഹുമുൻ നാർ. മനുഷ്യരെ ചങ്ങലകളിൽ ബന്ധിപ്പിച്ച് ഭയാനകമായ രൂപത്തിലായി പാപികളെ നമുക്കന്ന് കാണാൻ പറ്റും. തറൽ മുജ്രിമീന യൗമഇദിൻ മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ ബന്ധനസ്ഥരായിക്കൊണ്ടാണ് നരകത്തിൽ. അപ്പോൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ പോലും അത് എന്ത് ചെയ്യുന്നില്ല, ഒരു സ്വതന്ത്രമായി അനുഭവിക്കാനും സ്വസ്ഥമായി അനുഭവിക്കാനും പറ്റാവുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത് എന്നർത്ഥം. അത് ഭയങ്കരമാണ്. ഇതിൽ അഗ്ലാലു ഫീ അഅനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ, മനുഷ്യരുടെ കാലുകളെയും കൈകളെയും കഴുത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ചങ്ങലകൾ ഉണ്ടാക്കും. കാലുകളെ അളക്കാൻ കഴിയില്ല, ആ കാലുകളെ കൈകളുമായി ബന്ധിപ്പിച്ചു, എന്നിട്ട് അതിനെന്ത് ചെയ്യും, കഴുത്തുമായി ബന്ധിപ്പിക്കുന്നതാണ്. സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, പിന്നെന്ത് ചെയ്യും, അവര് നരകത്തിൽ കത്തിക്കപ്പെടുകയും ചെയ്യും എന്ന്. ഇതാണ് നരകത്തിന്റെ ഒരു ശിക്ഷയുടെ രൂപമാണ് ഈ പഠിപ്പിക്കുന്നത്. ആ ശിക്ഷ അനുഭവിക്കുമ്പോൾ പോലും ഒരു കൈകാലുകളിട്ട് അടിച്ച് അല്ലെങ്കിൽ അതിന്റെ വേദനയെ ഒന്ന് ശമിപ്പിക്കാൻ നോക്കുന്ന ഒരവസ്ഥ പോലും സാധ്യമല്ലാത്ത രൂപത്തിലുള്ള ഒരു സമീപനമാണ് ഈ കൊടും ശിക്ഷയെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ളത്. കൈകാലുകളെ ബന്ധിപ്പിച്ച് അവ കഴുത്തുമായി ബന്ധിപ്പിക്കുമ്പോൾ തല ഒന്ന് പൊക്കി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഭയങ്കരമായ കൊടും കുറ്റവാളികളെയൊക്കെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്യാമ്പുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന കുറ്റവാളികളെ ചങ്ങലക്കിട്ടുന്ന ആ ഒരു രൂപം, കാലുകളെയും കൈകളെയും ബന്ധിപ്പിച്ചത് കഴുത്തുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു അവസ്ഥയാണ്. നടക്കാനും ചലിക്കാനും തിരിയാനും മറിയാനും തല ഒന്ന് ഉയർത്തി പൊക്കി തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് പാപികളായ ആളുകൾക്ക് അള്ളാഹു നരകത്തിൽ ഒരുക്കിയിരിക്കുന്ന ശിക്ഷ എന്നാണ്. സറാബീലുഹും മിൻ ഖത്റാൻ, അവർക്ക് അവിടെയുള്ള വസ്ത്രമാകട്ടെ ഖത്റാൻ, ടാറാണ്. അതെന്താവും, അത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഉരുകി ഒട്ടിച്ചേരുമെന്ന്. അവരുടെ മുഖമാകട്ടെ നരകത്തിലെ തീ കൊണ്ടുവന്ന് മൂടുകയും ചെയ്യും. ഒരു നിലക്കും ഒരു ആശ്വാസം കിട്ടാത്ത രൂപത്തിലുള്ള ഭയാനകമായ ശിക്ഷയെ പറ്റിയാണ് സഹോദരന്മാരെ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചത്. കുറച്ചെങ്കിലും നമ്മുടെ ഈമാൻ
ഒന്ന് ശക്തിപ്പെടുത്താനും അതേപോലെ തന്നെ നരകത്തെ പറ്റിയുള്ളൊരു പേടിയും ഭയവും നമുക്കുണ്ടാകാനും പറ്റാവുന്ന തരത്തിലുള്ള ആയത്തുകളാണ് വിശുദ്ധ ഖുർആൻ ധാരാളമായിട്ടുണ്ട്. നരകശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന, അവിടുത്തെ ഭക്ഷണത്തെപ്പറ്റി, അവിടുത്തെ വെള്ളത്തിനെ പറ്റി, അവിടെയുള്ള നിഴലിനെ പറ്റി, അവിടെ നൽകാൻ പോകുന്ന മലക്കുകളും അവരും തമ്മിലുള്ള സംഭാഷണങ്ങൾ, അള്ളാഹും അവരും തമ്മിലുള്ള സംഭാഷണങ്ങൾ, ഇതെല്ലാം നരകവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ധാരാളമായി നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ കാര്യമായി കൃത്യമായി പഠിക്കുകയും ചിന്തിക്കുകയും വേണം. അപ്പോ വുജൂഹും യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ. അപ്പോൾ പരലോകത്ത് ചെല്ലുമ്പോൾ ആ ഭയാനകമായ മുഖങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട് എന്നത്. പക്ഷെ ആ അമലുകളൊക്കെ എന്തായി? പഴച്ചുപോയി. ഒന്നിനും പ്രതിഫലം കിട്ടാത്ത രൂപത്തിൽ എല്ലാം വഴിപിഴച്ച് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടില്ലാത്ത രൂപത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത് അധ്വാനിച്ച് ക്ലേശിച്ച് പ്രയാസപ്പെട്ട് അവരുടെ മുഖത്ത് തന്നെ അതിങ്ങനെ പ്രകടമായി കാണാവുന്ന ഒരവസ്ഥയും സാഹചര്യവുമാണ്. എന്നിട്ട് പിന്നെ അവർക്ക് വരാൻ പോകുന്ന അവസ്ഥകളെ പറ്റിയാണ് ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചത്. തസ്ലാ നാറൻ ഹാമിയ, ഭയങ്കരമായ ഭയാനകമായ ചൂടുള്ള നരകത്തിൽ അവർ കിടന്ന് എരിയേണ്ടി വരും. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, ഭയങ്കരമായ ചൂടുള്ള വെള്ളം അവർക്ക് കുടിപ്പിക്കപ്പെടും. ലൈസ ലഹും തുആമുൻ ഇല്ലാ മിൻ ദരീഅ, മുൾച്ചെടികളല്ലാത്ത ഒരു ഭക്ഷണവും അവർക്കുണ്ടാവുകയില്ല. ആ ഭക്ഷണത്തിനെ പറ്റി മഹാനായ ഖുർആൻ വ്യാഖ്യാതാവ് ഖതാദ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് മിൻ അൽറഇ തുആമി വ അബ്ശഇഹി, ഏറ്റവും മോശമായ ഏറ്റവും വികൃതമായ രൂപത്തിലുള്ള ഒരു ഭക്ഷണമാണത്. വഹാദ തുആമുല്ലദീ യഅകുലുഹു അഹ്ലുൻ നാർ, നരകവാസികൾ കഴിക്കുന്ന ഭക്ഷണമാണ് അത്. ലാ യുഫീദുഹും, അതവർക്ക് ഒരു ഉപകാരവും കിട്ടൂല. ഫലാ യജിദൂന ലദ്ദതൻ, അതിനൊരു ആസ്വാദനവും ഒരു രുചിയും അവർക്കുണ്ടാവൂല. വലാ തൻതഫിഉ ബിഹി അജ്സാദുഹും, അവരുടെ ശരീരത്തിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു പ്രയോജനം അവർക്കുണ്ടാവുകയില്ല. എന്നാലും അത് അവരുടെ ഫഅക്ലുഹും ലഹു നൗഉൻ മിൻ അൻവാഇൽ അദാബ്, ആ ഭക്ഷണം പോലും അവർക്കുള്ള ശിക്ഷയുടെ ഒരു ഇനമായിക്കൊണ്ടാണ് അള്ളാഹു നൽകുന്നത് എന്നർത്ഥം. അപ്പൊ എല്ലാം അവിടെ ശിക്ഷയാണ്. ഭക്ഷണം ശിക്ഷയാണ്, വെള്ളം ശിക്ഷയാണ്, വസ്ത്രം ശിക്ഷയാണ്. അങ്ങനെയുള്ള എന്തൊക്കെ ഉണ്ടോ അത് മുഴുവനും അവർക്ക് ശിക്ഷയായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അർത്ഥം. അപ്പൊ ഈ രൂപത്തിലാണ് ഖുർആൻ ഈ ഒരു വിഭാഗം ആളുകളെ നമുക്ക് പരിചയപ്പെടുത്തണം. ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകളെയും ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. വുജൂഹു യൗമഇദിൻ നാഇമ ലിസഅയിഹാ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ ഫീഹാ സുറുറുൻ മർഫൂഅത്തുൻ وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة. രണ്ടാമത്തെ വിഭാഗം, ആദ്യത്തെ വുജൂഹു യൗമഇദിൻ ഖാശിഅ, രണ്ടാമത്തേത് വുജൂഹു യൗമഇദിൻ നാഇമ. രണ്ടാമത്തെ ചില മുഖങ്ങൾ, വുജൂഹു യൗമഇദിൻ, ചില മുഖങ്ങൾ അന്നത്തെ ദിവസം, നാഇമത്തുൻ, അവർക്ക് അവരുടെ ആ സുഖലോലുപതയുടെ സൗകര്യങ്ങളുടെ സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ എല്ലാം അവരിൽ അതിങ്ങനെ പ്രതിഫലിച്ചു കാണും. നാഇമത്തുൻ, നാഇമത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുമുണ്ട്. സുഖം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഐശ്വര്യമുള്ള മുഖങ്ങൾ,
സന്തോഷമുള്ള മുഖങ്ങള്, നല്ല മിനുമിനുസമുള്ള മുഖങ്ങള്. അപ്പോൾ ഇങ്ങനെ ഇത് എല്ലാം കൂടിയുള്ള സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അതുപോലെ തന്നെ ഐശ്വര്യത്തിൻ്റെയും സുഖസമൃദ്ധിയുടെയും പ്രതിഫലം ലഭിച്ചിട്ടുള്ള ആ ഒരു സന്തോഷവും ആനന്ദവും എല്ലാം പ്രതിഫലിച്ച് കാണുന്ന രൂപത്തിലുള്ള ചില മുഖങ്ങളെയും അന്നത്തെ ദിവസം നമുക്ക് കാണാൻ കഴിയും. വുജൂഹു യൗമഇദിൻ നാഇമ. എന്താണ് അതിന്റെ കാരണം? ലിസഈഹാ റാളിയ. അവരുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ തൃപ്തരാണ്. ലിസഈഹാ, ആ മുഖങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, മുഖങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ മുഖങ്ങളുടെ ആളുകൾ, അതിന്റെ ഉടമകള്, ലിസഈഹാ, അതിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് റാളിയത്തുൻ, അവർ സംതൃപ്തരാണ്. ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ, അത്യുന്നതമായ സ്വർഗത്തിലാണ് അവര്. ഫീ ജന്നത്തിൻ, അവർ സ്വർഗത്തിലാണ്. ആലിയത്തിൻ, അത്യുന്നതമായ ഉയർന്നു നിൽക്കുന്ന സ്വർഗം. ലാ തസ്മഉ ഫീഹാ ലാഗിയ, ലാ തസ്മഉ ഫീഹാ, ആ സ്വർഗത്തിൽ അവർ കേൾക്കുകയില്ല. ലാഗിയത്തുൻ, അനാവശ്യമായ വാക്കുകൾ, അനാവശ്യമായ വാക്കുകളോ അല്ലെങ്കിൽ സംബോധനകളോ പരാമർശങ്ങളോ ഒന്നും അവിടെ കേൾക്കേണ്ടി വരും. ലാ തസ്മഉ ഫീഹാ ലാഗിയത്തുൻ. ഇനി അവർക്ക് ലഭിക്കാൻ പോകുന്ന സുഖലോലുപതയുടെ സൗകര്യങ്ങളാണ്. ഫീഹാ ഐനുൻ ജാരിയ, അതില് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഉറവകളുണ്ട്. നേരത്തെയും ഐൻ ഉപയോഗിച്ചു. തുസ്കാമിൻ ഐനിൻ ആനിയ, ഭയങ്കരമായ കൊടും ചൂടുള്ള നീരുറവയിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കപ്പെടും. ഇവിടെയും ഐനാണ് ഉപയോഗിച്ചത്. ഐൻ എന്ന് പറഞ്ഞാൽ ഉറവ അല്ലെങ്കിൽ അരുവി എന്നൊക്കെ പറയും. ഫീഹാ ഐനുൻ ജാരിയ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ നീരുറവകളോ അല്ലെങ്കിൽ അരുവികളോ ആ സ്വർഗത്തിലുണ്ട്. ഫീഹാ ഐനുൻ ജാരിയ, ഫീഹാ സുറുറും മർഫൂഅ, അതില് ഉയർത്തി വച്ചിട്ടുള്ള കട്ടിലുകളുണ്ട്. സുറുർ, സരീർ, അതിന്റെ ബഹുവചനാണ് സുറുർ എന്ന് പറയും. ഫീഹാ, ആ സ്വർഗത്തിലുണ്ട്. സുറുറുൻ മർഫൂഅത്തുൻ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ സജ്ജമാക്കി വെച്ചിട്ടുള്ള, മർഫൂഅത്തന ഉയർത്തി വെച്ചത് എന്നാണ്. ഉയർത്തി വെച്ചതെന്ന് അറിയാലോ, നമ്മൾ കിടക്കാനൊക്കെ പാകത്തിൽ സജ്ജീകരിച്ച് ഒരുക്കി വെച്ചിട്ടുള്ള കട്ടിലുകളുണ്ട് അതിൽ. ഫീഹാ സുറുറും മർഫൂഅത്തുൻ വഅക്വാബും മൗദൂഅത്തുൻ. കൂബ്, അക്വാബ്. കൂബ് എന്ന് പറഞ്ഞത് കോപ്പയാണ്. കൂബ്, അക്വാബ് അതിന്റെ ബഹുവചനം കോപ്പകള്. മൗദൂഅത്തുൻ, നിറച്ചു വെച്ചിട്ടുള്ള കോപ്പകള്. വിഭവങ്ങള് വ്യത്യസ്തവും വൈവിധ്യവുമായ രുചികളും അതുപോലെ തന്നെ ആസ്വാദ്യവുമുള്ള തരത്തിലുള്ള വിഭവങ്ങൾ ഇങ്ങനെ നിറച്ചു വെച്ച കോപ്പകളുണ്ട്. വനമാരിഖു മസ്ഫൂഫ, പിന്നെ ഇങ്ങനെ വരി വരിയായി വെച്ചിട്ടുള്ള, നിരത്തി വെച്ചിട്ടുള്ള സോഫകള് അവിടെ ഉണ്ട്. വസറാബിയ്യു മബ്സൂസ, അതുപോലെ തന്നെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള ചാരുകസേരകളോ അല്ലെങ്കിൽ ഇരിക്കാൻ പാകത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഇരിപ്പിടങ്ങൾ ആ സ്വർഗത്തിൽ അവർക്ക് ഉണ്ട്. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന ധാരാളം ഖുർആൻ വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ കൂടുതലായി വിശദീകരണമില്ലാതെ പ്രതിപാദിച്ചിട്ടുള്ള ചില ആയത്തുകളാണ് ഈ സൂറത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫീ ജന്നത്തിൻ ആലിയ ലാ തസ്മഉ ഫീഹാ ലാഗിയ ഫീഹാ ഐനുൻ ജാരിയ
ഫീഹാ സുറുറും മർഫൂഅ വഅക്വാബും മൗലൂഅ വനമാരിഖു മസ്ഫൂഫത്തും വസറാബിയ്യു മബ്സൂസ. സറബിയത്ത് സറാബി എന്നൊക്കെ പറഞ്ഞാൽ നല്ല കുഷ്യനുകളുള്ള നല്ല ചാരു കസേരകൾ അല്ലെങ്കിൽ സോഫകൾ, ഇതിനൊക്കെയാണ് സറാബി എന്ന് പ്രയോഗിക്കുക. മബ്സൂസത്ത് എന്നാൽ ഇങ്ങനെ എന്താണ് നീട്ടി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ധാരാളമായി വിരുത്തി വെച്ചിട്ടുള്ള സോഫകൾ എന്നാണ് വസറാബിയു മബ്സൂസ. അപ്പൊ എന്തായിരുന്നാലും സ്വർഗീയമായ ആ സുഖങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ അവര് ലിസഈഹ റാദിയത്തുൻ, അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ്? സംതൃപ്തമായ പ്രവർത്തനങ്ങളായിരുന്നു. നേരത്തെ വന്ന ആൾക്കാരോ ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടിട്ട് ക്ഷീണിച്ചിട്ടാണ് വരുന്നത്. ഇവരുടെ പ്രവർത്തനങ്ങളോ അവർക്ക് ക്ഷീണമോ തളർച്ചയോ പ്രയാസമോ അല്ലെങ്കിൽ ഒരു ദുഃഖമോ വിഷമമോ ഒന്നും അവരുടെ മുഖത്ത് കാണുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവർ പൂർണ്ണമായ രൂപത്തിൽ സംതൃപ്തരാണെന്നർത്ഥം. അപ്പൊ ഇതാണ് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ഒമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദൽ ആഖിറ, ആരെങ്കിലും പരലോകത്ത് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വസഅ ലഹാ സഅയഹാ, എന്നിട്ട് സ്വർഗത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം, പരലോകത്തിനു വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുകയും വേണം. വഹുവ മുഅ്മിൻ, എങ്ങനെയായിരിക്കണം? മുഅ്മിനായിക്കൊണ്ട് ഈമാനോട് കൂടിയാണ് പ്രവർത്തിക്കേണ്ടത്. ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിപൂർവം സ്വീകരിക്കും. അപ്പോ വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
അപ്പോൾ സ്വർഗത്തിന് വേണ്ടിയുള്ള അള്ളാഹുവും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള അമലുകൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ പരലോകത്ത് ചെല്ലുന്നതില്ലെങ്കിൽ സഈഹ റാളിയ, അവരുടെ പ്രവർത്തനങ്ങൾ അവർ സംതൃപ്തമായ രൂപത്തിലായിരിക്കും പരലോകത്ത് ചെല്ലുക. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും എല്ലാം നിഴലിച്ച് കാണുന്ന ഒരു മുഖമാണ് പരലോകത്ത് ചെല്ലുമ്പോൾ അവർക്ക് കാണാൻ കഴിയുന്നത്. ഇൻഷാ അല്ലാഹ് അതിനെപ്പറ്റി വിശദീകരണങ്ങൾ നമുക്ക് പറയാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة.
ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.